Good morning, students. Today we are going to study a cycle called nitrogen cycle. In the previous class we studied what is water cycle is, how the water is cycling in the atmosphere, right? Yes, today we are going to study nitrogen cycle. Okay. So, first of all, അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ് നൈട്രജൻ സൈക്കിൾ എന്നുള്ളതാണ്. The cyclic back and forth movement of nitrogen between atmosphere and living organisms are called nitrogen cycle. അതായത് നമ്മളുടെ നൈട്രജൻ എവിടെയാണ് കാണുക? അന്തരീക്ഷത്തിലാണ് കാണുക അല്ലേ? യെസ്, അറ്റ്മോസ്ഫിയറിലാണ് കാണുക. നൈട്രജൻ ഈസ് എ ഗ്യാസ്. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ ലിവിങ് തിങ്സിലേക്ക് എത്തുകയും തിരിച്ച് ലിവിങ് തിങ്സിൽ നിന്നും വീണ്ടും അറ്റ്മോസ്ഫിയറിലേക്കും പോകുന്ന ഈ ഒരു സൈക്ലിക് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്നത്. അതാണ് അവിടെ ഡെഫിനേഷനിൽ എഴുതിയിരിക്കുന്നത്. നൗ യു ക്യാൻ റീഡ് വൺസ് അഗെയിൻ. സൈക്ലിക് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റ് ഓഫ് നൈട്രജൻ between atmosphere and living organisms are called nitrogen cycle. Okay, nitrogen cycle is a gaseous cycle. Why? Nitrogen is a gas, that's why this cycle is a gaseous cycle. Okay, next, നമ്മുടെ അറ്റ്മോസ്ഫിയറിലാണ് നൈട്രജൻ ഉള്ളത്. ഞാൻ പറഞ്ഞുല്ലോ, നൈട്രജൻ എന്ന് പറയുന്നത് ഒരു ഗ്യാസ് ആണ് അല്ലേ? നൈട്രജൻ ഈസ് എ ഗ്യാഷ്യസ് എലമെൻറ്റ്. സോ ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ അറ്റ്മോസ്ഫിയർ. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറാണ് നൈട്രജൻ കാണപ്പെടുന്ന ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത്. സോ ദ സോഴ്സ് ഓഫ് നൈട്രജൻ ഈസ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ കണ്ടെയ്ൻ 78% ഓഫ് നൈട്രജൻ. ഓക്കെ, 78% ഓഫ് നൈട്രജൻ ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉള്ളത്. ഓക്കെ, അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന നൈട്രജൻ്റെ കെമിക്കൽ ഫോർമുല, നമ്മൾ നൈട്രജൻ്റെ കെമിക്കൽ ഫോർമുല എന്താ പറയുക? N2. യു ആർ ദ സ്റ്റുഡൻസ് ഹൂ സ്റ്റഡിയിങ് കെമിസ്ട്രി, റൈറ്റ്? സോ നമ്മൾ നൈട്രജനെ എങ്ങനെയാണ് കെമിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക? N2. ഓക്കെ, ദെൻ ആ N2നെ ഞാനൊന്ന് ജസ്റ്റ് ബോണ്ട് വൈസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. N ട്രിപ്പിൾ ബോണ്ട് N. ഓക്കെ, ഇതാണ് ശരിക്കും N2 നമ്മൾ ചുരുക്കി വിളിക്കുന്നത്. ഓക്കെ, N ട്രിപ്പിൾ ബോണ്ട് N. ഇങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന നൈട്രജൻ, അതായത് ഗ്യാഷ്യസ് ഫോമിൽ കാണുന്നത് ഇങ്ങനത്തെ നൈട്രജൻസ്. നെക്സ്റ്റ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇത്രയും നൈട്രജൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടും, ഇത്രയും നൈട്രജൻ 78%ഓളം നൈട്രജൻ നമുക്ക് ഉണ്ടായിട്ടും അത് നമ്മൾക്ക് ഇതേ രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഒരു ജീവിക്കും, അതായത് ഭൂമിയിലുള്ള ജീവികൾക്ക് ഈ നൈട്രജനെ, അറ്റ്മോസ്ഫിയറിൽ കാണുന്ന ഗ്യാസ് ഫോമിലുള്ള നൈട്രജനെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ വി ഹാവ് ടു കൺവേർട്ട് ദാറ്റ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ, അതായത് ഈ ഗ്യാസ് അവസ്ഥയിലിരിക്കുന്ന നൈട്രജനെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ലിവിങ് തിങ്സിന്, അത് പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, എനിത്തിങ്, ഓക്കെ, ഏതൊരു ജീവനുള്ള വസ്തുക്കൾക്കും നൈട്രജൻ ഉപയോഗിക്കാൻ, യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വി കാൺഡ് യൂസ് ദ നൈട്രജൻ ഇൻ ദിസ് ഫോം, ഇൻ ദിസ് ഗ്യാഷ്യസ് ഫോം. ഇറ്റ് ഹാവ് ടു കൺവേർട്ട് ഇൻ ടു ഈസിലി അബ്സോർബിൾ ഫോം, അതായത് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമുക്ക് നൈട്രജനെ വലിച്ചെടുത്തെങ്കിൽ അല്ലെങ്കിൽ മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, നൈട്രജനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആൻഡ് അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നൈട്രജൻ എന്തിനാണ് നമുക്ക്, അതായത് നമ്മളെപ്പോലുള്ള ലിവിങ് തിങ്സിന് എന്തിനാണ്? ഫോർ വാട്ട്? യെസ്, ദ ആൻസർ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ്, okay, the answer is here. Look, the living things need nitrogen to make protein, vitamins, nucleic acids such as DNA and RNA. Okay, ജീവനുള്ള വസ്തുക്കൾക്ക് നൈട്രജൻ എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് പ്രോട്ടീൻസ്. ഓക്കെ, പ്രോട്ടീൻസ് ഉണ്ടാക്കണമെങ്കിൽ നൈട്രജൻ വേണം. നൈട്രജൻ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റാണ് പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നതിൽ, അല്ലെങ്കിൽ പ്രോട്ടീൻസിൻ്റെ അകത്ത്. അതുപോലെ തന്നെ ഫോർ മേക്കിംഗ് ഡിഫറെൻറ്റ് വൈറ്റമിൻസ് വി റിക്വയർഡ് നൈട്രജൻ ആൻഡ് DNA ആൻഡ് RNA. നമ്മുടെ ജനറ്റിക് മെറ്റീരിയലാണ് അല്ലേ, വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്, ന്യൂക്ലിക് ആസിഡാണവ. സോ ഇതിൻ്റെ ഫോർമേഷനും നമുക്ക് എന്താവശ്യമാണ്? നൈട്രജൻ ആവശ്യമാണ്. സോ ഓൾ ലിവിങ് തിങ്സ് റിക്വയർഡ് നൈട്രജൻ ഫോർ മേക്കിംഗ് പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, ന്യൂക്ലിക് ആസിഡ്സ്. സോ ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് ഹൗ ഇമ്പോർട്ടൻ്റ് ഈസ് നൈട്രജൻ ഫോർ അസ്, റൈറ്റ്? ഓക്കെ, ഇനി
ഞാൻ പറഞ്ഞു നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉള്ള നൈട്രജനെ നേരിട്ട് ഒരു ലിവിങ് ഫോംസിനും വലിച്ചെടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഗ്യാഷ്യസ് ഫോമിൽ 78% കാണാൻ പറ്റുന്ന ഈ നൈട്രജനെ നമുക്ക് കിട്ടുക? യെസ്, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു അറ്റ്മോസ്ഫിയറിൽ ഉള്ള നൈട്രജൻ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലാണ് നൈട്രജൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ അറ്റ്മോസ്ഫിയറിലാണ്. അറ്റ്മോസ്ഫിയറിനെയാണ് ഞാൻ ഷോർട്ടാക്കിയിട്ട് ATM എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ N2 എന്നുള്ള ഫോമുല കാണാം. ആ N2 എങ്ങനെയാണ് കെമിക്കലി ഇങ്ങനെ ഉണ്ടാവുക, N∼N. ഓക്കെ, ഈ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന ഗ്യാസ് അവസ്ഥയിലുള്ള ഈ നൈട്രജന് ഭൂമിയിലുള്ള ഒരു ജീവികൾക്കും വലിച്ചെടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന ഗ്യാസ് അവസ്ഥയിലിരിക്കുന്ന നൈട്രജൻ ഇറ്റ് ഈസ് സ്റ്റേബിൾ ആൻഡ് ഇനോട്ട്. ഓക്കെ, നോക്കൂ, ഈ നൈട്രജൻ നോക്കൂ, അറ്റ്മോസ്ഫിയറിലുള്ളത് ഗ്യാഷ്യസ് നൈട്രജൻ ആണ്. ഈ ഫോമിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ, N∼N. അപ്പം 3 ബോണ്ട് ഉണ്ട്. ഈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. സോ ഇത് സ്റ്റേബിളാണ്. ഇവരെ നമുക്ക് പിരിക്കാൻ കഴിയില്ല. ദേ ആർ സ്റ്റേബിൾ. ഓക്കെ, ആൻഡ് ഓൾസോ ദേ ആർ ഇനോട്ട് എന്ന് വെച്ചാൽ ലെസ് റിയാക്റ്റീവ് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ അറ്റ്മോസ്ഫിയറിലുള്ള ഈ നൈട്രജനെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയും അതിനെ അങ്ങോട്ട് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഓക്കെ, സോ വാട്ട് ദ ലിവിങ് തിങ്സ് ഡു, എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് എ പ്രോസസ് ഇസ് ഒക്കറിങ് ഹിയർ. ഇറ്റ് ഈസ് കോൾഡ് ഫിക്സേഷൻ ഓർ നൈട്രജൻ ഫിക്സേഷൻ. ഓക്കെ, അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വലിച്ചെടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന കെമിക്കലി യൂസബിൾ ആയിട്ടുള്ള ഇനോർഗാനിക് ഫോമിലേക്ക് മാറ്റുന്ന ഒരു കെമിക്കൽ പ്രോസസ്സാണ് നൈട്രജൻ ഫിക്സേഷൻ. ഹിയർ ഐ എം ഓൾറെഡി റിട്ടൺ. ഞാൻ എഴുതിയിരിക്കുന്ന ഫിക്സേഷൻ എന്ന് മാത്രമാണ്. ആക്ച്വലി ഇറ്റ് ഈസ് നൈട്രജൻ ഫിക്സേഷൻ. ഓക്കെ, യെസ്. അപ്പോൾ എന്താ നൈട്രജൻ ഫിക്സേഷൻ? അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ, ഈ വളരെ സ്റ്റേബിളും ഇനേർട്ടുമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ലിവിങ് തിങ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കെമിക്കലി യൂസബിൾ ഇനോർഗാനിക് ഫോംസ് ആക്കി മാറ്റുന്ന പരിപാടിയാണ് നൈട്രജൻ ഫിക്സേഷൻ. ഓക്കെ, അപ്പോൾ നൈട്രജൻ ഫിക്സേഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ? ദെൻ ദിസ് ഫിക്സേഷൻ ഒക്വർ ഇൻ 2 ways. ഓക്കെ, 2 രീതിയിൽ ഫിക്സേഷൻസ് നടക്കാം. ഒന്ന് ബയോളജിക്കൽ വേയിലും 2 ഫിസിക്കൽ വേയിലും. ഫസ്റ്റത്തെ ബയോളജിക്കൽ വേ. ഓക്കെ, ബയോളജിക്കൽ ഫിക്സേഷൻ ഉണ്ട്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫിസിക്കൽ ഫിക്സേഷൻ. ഐ എം ജസ്റ്റ് പുട്ടിങ് ദ മാർക്ക്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ we will deal with the biological fixation. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. So first of all we are going to deal with the biological fixation. Biological nitrogen fixation involve living things. ഓക്കെ, അപ്പോൾ ലിവിങ് തിങ്സ് ആണ് അറ്റ്മോസ്ഫിയറിലുള്ള യൂസ് ചെയ്യാൻ പറ്റാത്ത നൈട്രജനെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇനോർഗാനിക് ഫോംസിലേക്ക് മാറ്റുന്നത്. ഏതൊക്കെയോ ജീവികളാണ്, ആരാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും യെസ് ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് അതൊരു പ്ലാന്റ് തന്നെയായിരിക്കും. എന്താണ് നൈട്രജനെ അറ്റ്മോസ്ഫിയറിലുള്ള N2 എന്ന് പറയുന്ന അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത ഫോമിനെ മണ്ണിലേക്ക് അല്ലേ അല്ലെങ്കിൽ ജീവികളിലേക്ക് എത്തിക്കുന്നത് പ്ലാന്റ്സ് തന്നെ ആയിരിക്കുന്നു. അല്ല, പ്ലാന്റ്സിനും അതിനുള്ള കഴിവില്ല. ഓക്കെ, അറ്റ്മോസ്ഫിയറിലുള്ള ഫ്രീ നൈട്രജനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന അബ്സോർബബിൾ ഫോമിലുള്ള യൂസബിൾ നൈട്രജൻ കോമ്പൗണ്ട്സ് ആക്കി മാറ്റുന്നത് സെർട്ടൻ ബാക്ടീരിയാസാണ്. ഓക്കെ, ആ ബാക്ടീരിയാസ് അസോസിയേറ്റ് ചെയ്തിട്ട്, അതായത് ചില പ്ലാന്റ്സിൻ്റെ ഈ പയർ ചെടികളുടെയൊക്കെ ലഗ്യൂമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ടിൽ ഇങ്ങനെ ചെറിയ ബൾജിങ്സ് കാണാൻ പറ്റും. നിങ്ങൾ വീട്ടിൽ പയർ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പോയി പിഴുതെടുത്ത് നോക്കുക. അതിൻ്റെ റൂട്ടിൻ്റെ അറ്റത്തൊക്കെ ഇങ്ങനെ ചെറിയ ബൾജിങ്സ് കാണും. ഈ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണെന്നറിയോ? റൂട്ട് നോഡ്യൂൾസ്. നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും 8th. ഓക്കെ, റൂട്ട് നോഡ്യൂൾസ് എന്നാണ് അതിനെ നമ്മൾ വിളിക്കുക, റൂട്ട് നോഡ്യൂൾസ്. സോ ഈ റൂട്ട് നോഡ്യൂൾസിൻ്റെ അകത്ത് ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്. ഓക്കെ, ഈ റൂട്ട് നോഡ്യൂൾസിൻ്റെ അകത്ത് ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്. ഈ ബാക്ടീരിയാസാണ് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ വലിച്ചെടുത്തിട്ട് മണ്ണിൽ, അതായത് ചെടികൾക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള നൈട്രേറ്റ്
NITE, നൈട്രൈറ്റ്. ആൻഡ് ഞാനിവിടെ ഒന്നുകൂടി എഴുതാം കേട്ടോ. അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഫോംസ് ആണ് നൈട്രൈറ്റ് ആൻഡ് NITRATE, നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. നൈട്രൈറ്റ് ആൻഡ് നൈട്രേറ്റ്. ഓക്കെ, അപ്പോൾ ലിവിങ് തിങ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഫോംസ് ഏതൊക്കെയാണ്? നൈട്രൈറ്റ് ആൻഡ് നൈട്രേറ്റ്. ഓക്കെ, ആക്കി മാറ്റുന്നത് ആരാണ്? ഈ ബാക്ടീരിയാസ് ആണ്. ഓക്കെ, ബാക്ടീരിയാസ്, ഈ റൈസോബിയം എന്നാണ് ആ ബാക്ടീരിയയുടെ പേര്. നിങ്ങൾ 8th പഠിച്ചിട്ടുണ്ട്. ഓക്കെ, റൈസോബിയം റൂട്ട് ലെഗ്യൂമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ട് നോഡ്യൂൾസിൽ താമസിക്കുന്ന ആൾക്കാരാണ്, ബാക്ടീരിയാസ് ആണ്. സോ ഈ ബാക്ടീരിയയാണ് അന്തരീക്ഷത്തിൽ നിന്നും അറ്റ്മോസ്ഫിയറിൽ നിന്നും ഗ്യാഷ്യസ് നൈട്രജനെ വലിച്ചെടുത്തിട്ട് നൈട്രൈറ്റും നൈട്രേറ്റും ആക്കി മാറ്റുന്നത്. സോ ദീസ് ആർ ദി അബ്സോർബിൾ ഫോം ഓഫ് നൈട്രജൻ. ഓക്കെ, ഈ നൈട്രൈറ്റിനെയൊക്കെ ഇനി ഈസി ആയിട്ട് പ്ലാന്റിന് വലിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അതല്ല, ഈ ബാക്ടീരിയ അല്ലാതെ വേറെയും ബാക്ടീരിയാസ് ഉണ്ട് ഇങ്ങനെ പ്ലാന്റിൻ്റെ റൂട്ടിൽ അസോസിയേറ്റ് ചെയ്ത് ജീവിക്കാത്ത, ഫ്രീ ആയിട്ട് മണ്ണിൽ ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ചില ലിവിങ് തിങ്സ് ഉണ്ട്. അതായത് ബ്ലൂ ഗ്രീൻ ആൽഗേസ്. ഓക്കെ, ബ്ലൂ ഗ്രീൻ ആൽഗെ നിങ്ങൾ നോസ്റ്റോക്ക് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നോസ്റ്റോക്ക്, ഇറ്റ് ഈസ് എ ബ്ലൂ ഗ്രീൻ ആൽഗെ. ഇത്തരത്തിലുള്ള ബ്ലൂ ഗ്രീൻ ആൽഗേസും എന്ത് ചെയ്യാറുണ്ട്? അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ വലിച്ചെടുത്തിട്ട് അബ്സോർബിൾ ഫോമായിട്ടുള്ള നൈട്രൈറ്റും നൈട്രേറ്റും ആക്കി മാറ്റാറുണ്ട്. സോ ദിസ് fixation is known as, with the help of the fixation of nitrogen with the help of bacteria is known as ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. കണ്ടോ, അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ വലിച്ചെടുത്തിട്ട് അബ്സോർബിൾ ഫോമിലേക്കുള്ള നൈട്രജൻ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ആൻഡ് ദ സെക്കൻഡ് പ്രോസസ് ഈസ് ഫിസിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. എങ്ങനെയാണ് ഫിസിക്കൽ നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നത് നമുക്ക് നോക്കാം. യെസ്, ഫിസിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ സോയിലാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഡോട്ടഡ് ലൈൻസിൻ്റെ താഴെ സോയിലാണ്, ഇത് അറ്റ്മോസ്ഫിയർ. ഓക്കെ, അറ്റ്മോസ്ഫിയറിൽ ഗ്യാഷ്യസ് ഫോമിലുള്ള N2. ഇത് ലൈറ്റനിങ്ങിൻ്റെ സമയത്ത്, ഓക്കെ, തണ്ടർ സ്റ്റോമിൻ്റെയൊക്കെ സമയത്ത് ലൈറ്റനിങ് മിന്നലുകളൊക്കെ ഏൽക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാഷ്യസ് നൈട്രജൻ ഇറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു നൈട്രൈറ്റ് ആൻഡ് നൈട്രേറ്റ്. ഓക്കെ, ഇതിനെ നമ്മൾ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ എന്നാണ് പറയുക. നൈട്രജൻ്റെ ഓക്സൈഡ്സ്. അതായത് ഇതിന് കെമിക്കലി നമ്മൾ എങ്ങനെയാണ് പറയുകയെന്നറിയാം? നൈട്രൈറ്റിനെ നമ്മൾ NO2- എന്നും നൈട്രേറ്റിന് NO3- എന്നുമാണ് പറയുക. സോ ദീസ് ആർ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. ഓക്കെ, നൈട്രജൻ്റെ ഓക്സൈഡുകളാണിത് രണ്ടും. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഓക്സൈഡ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നുമില്ല, ഈ നൈട്രൈറ്റും ഇതാണ് ചെടികൾക്കും ജീവജാലങ്ങൾക്കൊക്കെ വലിച്ചെടുക്കാൻ പറ്റുന്ന നൈട്രജൻ്റെ ഫോം. ഇതാക്കി മാറ്റുന്ന പരിപാടിനെയാണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുക. ഓക്കെ, അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ അബ്സോർബിൾ ഫോമിലേക്ക് ആക്കുക, അതായത് ഈ നൈട്രൈറ്റും ആക്കുന്നതിനെയാണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പൊതുവേ പറയുക. അത് രണ്ട് രീതിയിലുണ്ട്. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ബാക്ടീരിയാസ്, അല്ലേ? ബാക്ടീരിയാസ് വിച്ച് ഈസ് ഇൻഹാബിറ്റിംഗ് ഇൻ ദി റൂട്ട് നൊഡ്യൂൾസ്, അല്ലേ? ലെഗ്യൂമിനസ് പ്ലാന്റ്സിൻ്റെ പയറുവർഗ്ഗങ്ങളിലെ റൂട്ട് നൊഡ്യൂൾസിൻ്റെ അകത്ത് കാണുന്ന ബാക്ടീരിയാസ് അതെന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള നൈട്രജനെ വലിച്ചെടുത്തിട്ട് നൈട്രൈറ്റും നൈട്രേറ്റും ആക്കി മാറ്റും. ഓക്കെ, ദെൻ ദ പ്ലാന്റ് വിൽ ഈസിലി അബ്സോർബ് ദ നൈട്രജൻ. അല്ലെങ്കിൽ മണ്ണിൽ തന്നെ സ്വതന്ത്രമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ബ്ലൂ ഗ്രീൻ ആൽഗിയെ പോലുള്ള ബാക്ടീരിയാസും ഇതുപോലെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഗ്യാഷ്യസ് നൈട്രജനെ വലിച്ചെടുത്തിട്ട് നൈട്രേറ്റ് ആക്കിയിട്ട് സോയിലിൽ കൊടുക്കാറുണ്ട്. ഓക്കെ, ദെൻ ദ പ്ലാന്റ് വിൽ അബ്സോർബ് ഈസിലി. അങ്ങനെ. ഓക്കെ, അത് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ദി ഫിസിക്കൽ ബയോളജിക്കൽ ഫിക്സേഷൻ. ഇറ്റ് ഈസ് ത്രൂ ലൈറ്റനിങ്. ഓക്കെ, തണ്ടർ സ്റ്റോം വരുമ്പോൾ അറ്റ്മോസ്ഫിയറിലെ നൈട്രൈറ്റും ആയി മാറാറുണ്ട്. അതുപോലെ ഹൈ ടെമ്പറേച്ചർ, നല്ല ചൂട് വരുമ്പോൾ ഗ്യാഷ്യസ് നൈട്രജൻ ഓക്സൈഡ്സ് ആയിട്ട് മാറാറുണ്ട്. പ്രഷർ കൂടുമ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. സോ ദീസ് ആർ ദി ബയോളജിക്കൽ ആൻഡ് ദി ഫിസിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി മണ്ണിൽ ഇപ്പോൾ നോക്കി നോക്കൂ, ബയോളജിക്കൽ രീതിയിലും അതുപോലെ തന്നെ ഫിസിക്കൽ രീതിയിലും നമ്മുടെ മണ്ണിൽ ഈ നൈട്രേറ്റും എത്തിയതിന് ശേഷം എന്താണ് സംഭവിക്കുക, അല്ലേ? അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നൈട്രജൻ മാറി. ഇനി വാട്ട് ഹാപ്പൻഡ് അത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മുടെ സോയിലാണ്. സോയിലിപ്പോൾ ബയോളജിക്കൽ ഫിക്സേഷൻ വഴിയും ഫിസിക്കൽ നൈട്രജൻ ഫിക്സേഷൻ വഴിയും നമ്മളുടെ
ലിവിങ് തിങ്സിനെ വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് നൈട്രജൻ മാറിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് ദി ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ അല്ലേ. ഇത് നൈട്രൈറ്റ് ആൻഡ് ദിസ് ഇസ് നൈട്രേറ്റ്. ഓക്കെ, സോറി, ദിസ് ഇസ് നൈട്രേറ്റ് ആൻഡ് ദിസ് ഇസ് നൈട്രൈറ്റ്. ഇത് നൈട്രൈറ്റ് ആണ് കേട്ടോ. ആൻഡ് ദിസ് ഇസ് നൈട്രേറ്റ്, ATE. രണ്ട് വ്യത്യാസമുണ്ട്, ഒരു O2 and 3യുടെ വ്യത്യാസമേ ഉള്ളൂ. അപ്പം അത് നിങ്ങൾ നോക്കുക. ഓക്കെ, സോ ദീസ് ആർ ദി ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. അബ്സോർബിൾ ഫോം ആണ് കേട്ടോ. ഇനി ഇതെന്ത് ചെയ്യും? ദ പ്ലാന്റ്സ് വിൽ അബ്സോർബ് ദിസ്. ഓക്കെ, ഇത് ആര് വലിച്ചെടുക്കും? നമ്മുടെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യും. ദെൻ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്തതിന് ശേഷം അവരുടെ ബോഡിയിൽ എന്തൊക്കെ ഫോം ചെയ്യും? നമ്മൾ പറഞ്ഞിരുന്നു നൈട്രജൻ യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ഉണ്ടാക്കാം? പ്രോട്ടീൻസ്, അമിനോ ആസിഡ്സ് അല്ലേ. സോ പ്ലാന്റ്സിൻ്റെ ബോഡിയിൽ ഇത് അമിനോ ആസിഡ് അങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ഒക്കെ ആയിട്ട് മാറി അത് അവരുടെ ബോഡിയിൽ വയ്ക്കും. ഓക്കെ, ഇനി ഈ പ്ലാന്റ്സിനെ കഴിക്കുന്ന ജീവികൾ, ഓക്കെ, നമ്മളെപ്പോലെ നമ്മൾ പ്ലാന്റ്സ് കഴിക്കാറുണ്ടല്ലോ അല്ലേ. പ്ലാന്റ്സിൻ്റെ പല പ്രൊഡക്റ്റുകളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അതിൻ്റെ ലീഫ് കഴിക്കാറുണ്ട്, സ്റ്റെം, റൂട്ട്, അങ്ങനെ എല്ലാ പാർട്സ് നമ്മൾ കഴിക്കാറുണ്ട്. സോ അതുപോലെ തന്നെ ഈ സസ്യങ്ങളെ കഴിച്ച് ജീവിക്കുന്ന എല്ലാ ജീവികളിലേക്കും എന്ത് ചെയ്യുന്നു? ഇവരുടെ ബോഡിയിലുള്ള ഈ അമിനോ ആസിഡ് എന്ത് ചെയ്യുന്നു? പോകുന്നു. ദാറ്റ് മീൻസ് നൈട്രജനാണ് ട്രാൻസ്ഫർ ചെയ്യണത്. ഓക്കെ, അപ്പം അങ്ങനെ ഹയർ ഓർഗാനിസത്തിൻ്റെ ബോഡിയിലേക്കും ഈ നൈട്രജൻ പോകുന്നു. ഇങ്ങനെയാണ് നമുക്കൊക്കെ കിട്ടണത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ബോഡിയിൽ വന്നിട്ട് നമ്മുടെ ബോഡിയിലും അത് പ്രോട്ടീൻസും അമിനോ ആസിഡ്സും ന്യൂക്ലിക് ആസിഡ്സും ഒക്കെ ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മളിൽ വന്ന് നിൽക്കുകയാണ്. നൈട്രജൻ ഇനിയും സൈക്ലിക്കായിട്ട് തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ, ഇപ്പോൾ എവിടെ എത്തി? നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത ഗ്യാഷ്യസ് നൈട്രജനെ നമ്മൾ ബയോളജിക്കൽ ഫിക്സേഷൻ, അതുപോലെ തന്നെ അല്ലേ, അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ആയിരുന്നു ഫ്രീ നൈട്രജൻ അല്ലേ. ഇവരെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല, നേരിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഭൂമിയിലേക്ക് നമ്മൾ എങ്ങനെയാണ് കൊണ്ടുവന്നത്? ഒന്ന് ബയോളജിക്കൽ ഫിക്സേഷൻ അല്ലേ, ഫിക്സേഷൻ വഴി. രണ്ട് എങ്ങനെയാണ് കൊണ്ടുവന്നത്? ഫിസിക്കൽ ഫിക്സേഷൻ, അതായത് ഈ ഇടിമിന്നൽ, അതുപോലെ ചൂട്, പ്രഷർ, ഇതൊക്കെ വരുമ്പം ഈ നൈട്രജൻ ഈ ഫോമിലേക്ക് മാറും, അങ്ങനെ മണ്ണിലെത്തും. ഓക്കെ, അതുപോലെ ഇടിമിന്നലൊക്കെ വരുന്ന സമയത്ത് മഴ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇടിമിന്നുമ്പോൾ അത് നൈട്രജൻ ഈ ഫോമിലേക്ക് വരും. എന്നിട്ട് ആ മഴവെള്ളത്തിൽ എന്ത് ചെയ്യും? നൈട്രജൻ്റെ കോമ്പൗണ്ട്സ് ആയിട്ട് മണ്ണിലേക്ക് എത്തുക ചെയ്യുക. ഓക്കെ, അങ്ങനെ നൈട്രേറ്റും നൈട്രൈറ്റും ആയിട്ട് മാറും. ദെൻ ദിസ് ഫോം ഈസ് ഈസിലി അബ്സോർബ്ഡ് ബൈ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യും. ദെൻ പ്ലാന്റ്സിൻ്റെ ബോഡിയിൽ അത് പലതരത്തിലുള്ള അമിനോ ആസിഡ്സ് ഫോം ചെയ്യും. ഈ പ്ലാന്റ്സിനെ കഴിക്കുന്ന ഹയർ ആനിമൽസിലേക്ക് ആ അമിനോ ആസിഡ്സൊക്കെ ട്രാൻസ്ഫർ ആവും. ദെൻ അവരുടെ ബോഡിയിലുള്ള അമിനോ ആസിഡ്സും പ്രോട്ടീൻസും ഒക്കെ ആയിട്ട് മാറി അങ്ങനെ നൈട്രജൻ ഇരിക്കും. ഓക്കെ, ഇപ്പോൾ ഇത്രയും ക്ലിയർ ആയില്ലേ? യെസ്, നമ്മളുടെ എല്ലാ ജീവികൾക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് അല്ലേ. അതായത് നമുക്ക് എല്ലാവർക്കും ഒരു അന്ത്യം ഉണ്ട് അല്ലേ. ജനിച്ചാൽ ഒരു മരണം എന്ന് പറയണ പോലെ പ്ലാന്റ്സ് ഹാവ് ഡെത്ത്. അതുപോലെ തന്നെ ഓൾ ഓർഗാനിസംസ് വിൽ അങ്ങനെ ഒരു ഡേ ഉണ്ട് നമുക്ക് അല്ലേ, ഒരു ഡെത്ത് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഡെഡായിട്ട് എങ്ങോട്ടേക്ക് തന്നെയാണ് പോണത്? എല്ലാ ആനിമൽസും ഡെഡായിട്ട് എവിടെയൊക്കെ തന്നെയാണ് പോണത്? സോയിലിലേക്ക് തന്നെയാണ് പോകുന്നത് അല്ലേ. യെസ്, ഇവിടെയാണ് ഇനി അടുത്ത പ്രോസസ്സ് നടക്കുന്നത്. കുട്ടികളെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് നോക്കൂ, അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ സോയിലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ, ഫിസിക്കൽ നൈട്രജൻ ഫിക്സേഷൻ, ഇതിനോടൊപ്പം തന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് നൈട്രജൻ ഫിക്സേഷൻ കൂടിയുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ കേട്ടോ. അപ്പോൾ നൈട്രജൻ ഫിക്സേഷൻ 3 രീതിയിലുണ്ട്. ഓക്കെ, ഈ ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ നിങ്ങൾ NPK മിക്സ്ചർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് ചെടികൾക്കിടുന്ന വളമാണ്. അതിൽ NPKയിൽ ഫസ്റ്റ് N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈട്രജനാണ്. അപ്പോൾ ഗ്യാസ് അവസ്ഥയിലിരിക്കുന്ന നൈട്രജൻ എങ്ങനെയാണ് ഒരു ഫെർട്ടിലൈസർ ആക്കുന്നത്? ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നതെന്നറിയോ? നമ്മൾ ഈ ഇൻഡസ്ട്രിയലി നൈട്രജനെ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ എന്താക്കുകയാണ് ചെയ്യുന്നത്? അബ്സോർബിൾ ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവിടെ എന്താ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റിയാക്ഷൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചാലും, ഇൻഡസ്ട്രിയിൽ വലിയ വ്യവസായ സ്ഥാപനങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? അറ്റ്മോസ്ഫിയറിക് ഗ്യാഷ്യസ് അവസ്ഥയിലിരിക്കുന്ന നൈട്രജൻ, അതാണ് N2. ഓക്കെ, അതിനെ ഹൈഡ്രജനുമായിട്ട് അവർ മിക്സ് ചെയ്യും. എന്നിട്ട് അതിനെ ചൂടാക്കും. 500 ഡിഗ്രി സെൽഷ്യസിൽ അതിനെ ചൂടാക്കും. ഇൻ ദി പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് കോൾഡ് നിക്കൽ. ഓക്കെ, നിക്കൽ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ടിൻ്റെ
പ്രസൻസിൽ Ni എന്ന് ഞാൻ ജസ്റ്റ് എഴുതുന്നുണ്ട്, നിക്കലിൻ്റെ പ്രസൻസിൽ അവരെന്താക്കി മാറ്റും, NH3. അതായത് NH3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, അമോണിയ. ഓക്കെ, അമോണിയ ആയാലും മതി കേട്ടോ. ഈ നൈട്രേറ്റ് അതുപോലെ തന്നെ അമോണിയ ഇതൊക്കെ പ്ലാന്റ്സിന്, ആനിമൽസിന് വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപങ്ങളാണ്, അബ്സോർബബിൾ ഫോംസ് ആണ് കേട്ടോ. ഇത് അമോണിയ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടിയും ഇപ്പോൾ ക്ലിയർ ആയി എന്ന് കരുതുന്നു. അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ, ഗ്യാഷ്യസ് നൈട്രജനെ 3 രീതിയിൽ നമുക്ക് ഭൂമിയിലേക്ക്, സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ആക്കാം. ഫസ്റ്റ് വൺ, ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ. അതെന്താ സംഭവിക്കുന്നത്, അത് ഇൻഡസ്ട്രിയിലാണ് നടക്കുന്നത്, വെറുതെ നാച്ചുറലി നടക്കില്ല, മാൻമെയ്ഡാണ് ഈ പ്രോസസ്സ്. ഒക്കെ ഗ്യാഷ്യസ് അവസ്ഥയിലിരിക്കുന്ന നൈട്രജനെ ഹൈഡ്രജനുമായിട്ട് മിക്സ് ചെയ്യുന്നു, എന്നിട്ട് 500 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുന്നു വിത്ത് ദി പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് കോൾഡ് നിക്കൽ എന്ന് പറയുന്ന ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അമോണിയ എന്ന് പറയുന്ന അബ്സോർബബിൾ ഫോം നമുക്ക് കിട്ടും, അമോണിയ. ഓക്കെ, ഇതാണ് ഈ ഫെർട്ടിലൈസറിലൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്ന നൈട്രജൻ കേട്ടോ. ഓക്കെ, ഇനി പിന്നെ ബയോളജിക്കൽ, അതെങ്ങനെയാണ്, ബാക്ടീരിയകളുടെ സഹായത്തോടു കൂടി എന്താണ് NH2-നെ നോക്കൂ ഓക്സൈഡ്സ് ആക്കി മാറ്റുന്നു, നൈട്രേറ്റ് ആൻഡ് നൈട്രൈറ്റ് ആക്കി മാറ്റുന്നു. ദെൻ ഫിസിക്കൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്, തണ്ടറിങ്, അതുപോലെ തന്നെ എന്താണ് ഹൈ ടെമ്പറേച്ചർ, പ്രഷർ, ഇതൊക്കെ വരുമ്പോൾ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ അതിൻ്റെ ഓക്സൈഡ്സ് ആയിട്ട് മാറുന്നു. സോ ദീസ് 3 ആർ ദി അബ്സോർബബിൾ ഫോംസ്. നൗ ഇറ്റ് വിൽ അബ്സോർബ്ഡ് ബൈ പ്ലാന്റ്സിൻ്റെ ബോഡിയിൽ അത് അവരുടെ അമിനോ ആസിഡ്സും കാര്യങ്ങളൊക്കെ മാറും. ആ പ്ലാന്റ്സ് കഴിക്കുന്ന നമ്മളെപ്പോലുള്ള ഹയർ ഓർഗാനിസത്തിൻ്റെ ശരീരത്തിലേക്കും ഈ നൈട്രജൻ കോമ്പൗണ്ട്സ് വരുന്നു. നമ്മുടെ ബോഡിയിലും അതെന്തൊക്കെ, പ്രോട്ടീൻസും അതുപോലെ അമിനോ ആസിഡ്സും ന്യൂക്ലിക് ആസിഡ്സും ഒക്കെ ആയിട്ട് മാറുന്നു. ദെൻ ആഫ്റ്റർ അവർ ഡെത്ത്, ഓക്കെ, ഈ പ്ലാന്റ്സ് ഡെഡായി വീഴുമ്പോഴും അതുപോലെ ഈ പ്ലാന്റ്സിനെ കഴിച്ച് ജീവിക്കുന്ന ജീവികൾ അവരെല്ലാം ഡെഡായിട്ട് അവസാനം സോയിലിൽ തന്നെയാണ് വന്ന് എത്തിച്ചേർന്നത് അല്ലേ. യെസ്, സോയിലിൽ ചില ബാക്ടീരിയാസ് ഉണ്ട് കേട്ടോ. ആ ബാക്ടീരിയാസ് എന്താ ചെയ്യാന്നറിയോ, ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെറുതെ നോക്കാം. ഈ പ്ലാന്റിൻ്റെ അകത്ത് ഇപ്പം ഇതിൻ്റെ അകത്ത് ഈ നൈട്രൈറ്റ്സ് ഒക്കെ വലിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ പല അമിനോ ആസിഡ്സ് ഒക്കെ ആയിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ പ്ലാന്റ് ഡെഡായി വീഴുകയാണ്, അല്ലെങ്കിൽ ഒരു ലീഫ് ഇങ്ങനെ അടർന്ന് ഇവിടെ ഡെഡായിട്ട് വീഴുകയെന്ന് വിചാരിച്ചു സോയിലിൽ. ഓക്കെ, സോ സോയിലിൽ സർട്ടൻ ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും. ദാറ്റ് ബാക്ടീരിയാസ് വിൽ ഡീകമ്പോസ് അല്ലേ, ഇതിനെ എന്ത് ചെയ്യും, ദ്രവിപ്പിക്കും, അതായത് ഡീകമ്പോസ് ചെയ്യും. അങ്ങനെ ഡീകമ്പോസ് ചെയ്യണ സമയത്ത് അങ്ങനെ ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഇതിൻ്റെ അകത്ത് അമിനോ ആസിഡ്സ് ആയിട്ടാണ് ഉണ്ടായിരുന്നത് അല്ലേ, അമിനോ ആസിഡ്സ് ഒക്കെ ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അമിനോ ആസിഡ്സിനെയൊക്കെ തിരിച്ച് വീണ്ടും എന്താക്കി മാറ്റും, നൈട്രൈറ്റ് ആൻഡ് നൈട്രേറ്റ്സ് ആക്കിയിട്ട് മാറ്റും ഈ ബാക്ടീരിയാസ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഈ പ്ലാന്റ് അല്ലെങ്കിൽ ഈ പ്ലാന്റിനെ കഴിച്ച് ജീവിക്കുന്ന ഏതൊരു ജീവിയും, അതിപ്പോൾ ഇവിടെ ഡെഡായി, ഇപ്പോൾ ഒരു ജീവി ഇവിടെ ഡെഡായി ഇങ്ങനെ കിടക്കുകയാണെന്ന് വിചാരിച്ചു, അതെല്ലാം മണ്ണിലാണ് വരിക. അപ്പം ഇവരുടെയൊക്കെ ശരീരത്തിൽ ഇപ്പോൾ ഈ നൈട്രൈറ്റ്സിനെ ഇതിനെയൊക്കെ അബ്സോർബ് ചെയ്തിട്ട് അമിനോ ആസിഡ്സും പ്രോട്ടീൻസും ഒക്കെ ആക്കിയിട്ടുണ്ടാവും അല്ലേ. യെസ്, അപ്പോൾ അതെല്ലാം മണ്ണിൽ വരുന്ന സമയത്ത് സർട്ടൻ ബാക്ടീരിയാസ്, ചില ബാക്ടീരിയാസ് ഉണ്ട്, അതിനെ ഡീകമ്പോസ് ചെയ്യും. ഡീകമ്പോസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഇതിനുള്ളിൽ ചിലപ്പോൾ അമിനോ ആസിഡ്സ് ഒക്കെ ആയിട്ടായിരിക്കും അത് രൂപം മാറി അങ്ങനെ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ അമിനോ ആസിഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ അമോണിയ ഉണ്ട്. ഓക്കെ, അമിനോ ആസിഡ്സിൽ എന്താണ്, അമോണിയ, NH3, ഇതാണ് അമോണിയ. അപ്പോൾ അമോണിയ ആദ്യം ഈ ബാക്ടീരിയാസ് എന്താ ചെയ്യുക, അമിനോ ആസിഡിനെയൊക്കെ കഷ്ണമാക്കി അമോണിയയാക്കി മാറ്റും. അമോണിയേനെ പിന്നെ നൈട്രൈറ്റ് ആക്കി മാറ്റും, TRITE, നൈട്രൈറ്റ് ആക്കി മാറ്റും. ദെൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു നൈട്രേറ്റ്, ATE, കണ്ടോ, ആദ്യം ITE ആക്കും, ദെൻ 8 ആക്കും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നതെന്നറിയോ, നൈട്രിഫിക്കേഷൻ. ഓക്കെ, നൈട്രിഫിക്കേഷൻ. ഓക്കെ, ഈ ടേംസൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണാം. ആ ആക്ച്വൽ ടൈപ്പിംഗ് ആ പാരാഗ്രാഫിൽ കാണില്ല, പക്ഷേ നിങ്ങളുടെ സൈക്കിളിൻ്റെ ആ ചിത്രത്തിൽ നൈട്രിഫിക്കേഷനൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് അറിയാതിരിക്കരുത്. എന്താണെന്ന് മനസ്സിലായില്ലേ, അതായത് ഈ നമ്മളുടെ നൈട്രജൻ കോമ്പൗണ്ട്സൊക്കെ, അബ്സോർബബിൾ കോമ്പൗണ്ട്സൊക്കെ വലിച്ചെടുത്ത ആ ജീവി അത് ഡെഡായി മണ്ണിൽ വീഴുമ്പോൾ സോയിലിലുള്ള വേറെ ചില ബാക്ടീരിയാസ് അതിൻ്റെ ഉള്ളിലുള്ള നൈട്രജൻ കോമ്പൗണ്ട്സിന് ആദ്യം അമോണിയയാക്കിയിട്ട് മാറ്റും. ദെൻ അമോണിയയിൽ നിന്നും ആദ്യം നൈട്രൈറ്റ് ആക്കും, ദെൻ അതിനെ നൈട്രേറ്റ് ആക്കും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ നൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ നൈട്രിഫിക്കേഷൻ ചെയ്യുന്ന ഈ ബാക്ടീരിയാസിനെ നമ്മൾ എന്ത് പറയും, നൈട്രിഫയിങ് ബാക്ടീരിയ എന്നും പറയും. സോ നൈട്രിഫയിങ് ബാക്ടീരിയ എന്താ ചെയ്യുക, അതായത് ലിവിങ് തിങ്സിൻ്റെ ബോഡിയിലുള്ള നൈട്രജൻ കോമ്പൗണ്ട്സിൽ നിന്നും ആദ്യം അമോണിയ
അതിനെ അമോണിയയാക്കി മാറ്റും. ദെൻ ദാറ്റ് അമോണിയ ഈസ് കൺവേർട്ടഡ് ഇൻ ടു നൈട്രൈറ്റ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു നൈട്രേറ്റ്. അപ്പോൾ നോക്കൂ, എഗെയിൻ നമ്മുടെ സോയിലിലേക്ക് നൈട്രൈറ്റും നൈട്രേറ്റും എത്തിയിരിക്കുകയാണ്. കണ്ടോ? ത്രൂ നൈട്രിഫിക്കേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് നൈട്രിഫയിങ് ബാക്ടീരിയ. ഓക്കെ, അപ്പം നമ്മുടെ സൈക്കിൾ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. അറ്റ്മോസ്ഫിയറിൽ നിന്ന് സോയിലിൽ വന്നു, ലിവിങ് തിങ്സ് വലിച്ചെടുത്തു. ദെൻ അത് കഴിച്ച ലിവിങ് തിങ്സ് ഒക്കെ അല്ലേ, അത് ഡെഡായിട്ട് സോയിലിൽ വീണു. അതുപോലെ തന്നെ ഇനിയിപ്പം ഈ പ്ലാന്റ്സിനെ കഴിക്കുന്ന നമ്മളെപ്പോലുള്ള ലിവിങ് തിങ്സ് ആണെങ്കിൽ നമ്മുടെ എക്സ്ക്രീറ്റ, അതിലൊക്കെ ഈ പറയുന്ന നൈട്രജൻ കോമ്പൗണ്ട്സ് ഉണ്ടാവും. അതിനൊക്കെ ഈ നൈട്രിഫിക്കേഷൻ പ്രോസസ്സിലൂടെ വീണ്ടും ആദ്യം അമോണിയയാക്കും, ദെൻ അത് നൈട്രൈറ്റ്, ദെൻ നൈട്രേറ്റ് ആക്കി മാറ്റും. ഇത് ഇങ്ങനെ നമ്മുടെ സോയിലിൽ വന്ന് നിൽക്കുകയാണ്. ഇനി എഗെയിൻ ഇതൊരു സൈക്കിൾ ആവണമെങ്കിൽ ഇത് എഗെയിൻ തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ പോകണം. ആ പ്രോസസ്സും ഇവിടെ നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ സോയിലിൽ എത്തിയിട്ടുള്ള ഈ നൈട്രേറ്റിനെ അതുപോലെ നൈട്രൈറ്റിനെയും തിരിച്ച് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ആക്കി മാറ്റുക, അതായത് N2 ഗ്യാഷ്യസ് ഫോമിലുള്ള നൈട്രജൻ ആക്കി മാറ്റുന്ന ചില ബാക്ടീരിയാസ് ഉണ്ട്. സോയിലിൽ തന്നെ ഉള്ളതാണ് അവരും കേട്ടോ. ആ ബാക്ടീരിയാസിനെ നമ്മൾ ഡീനൈട്രിഫയിങ് ബാക്ടീരിയ എന്നാണ് പറയുക. എന്താണ്? ഡീനൈട്രിഫയിങ് ബാക്ടീരിയ. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സിൽ നമ്മൾ എന്താ പറയുക? അതായത് സോയിൽ നൈട്രൈറ്റുകളെ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ആക്കിയിട്ട് മാറ്റുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത് ഡീനൈട്രിഫിക്കേഷൻ. ഓക്കെ, ഇറ്റ് ഈസ് ഡൺ ബൈ ഡീനൈട്രിഫയിങ് ബാക്ടീരിയ. നൗ ദി സൈക്കിൾ ഈസ് കംപ്ലീറ്റ് ചിൽഡ്രൻ. നോക്കൂ, ഇതാണ് നിങ്ങളുടെ ഒരു നൈട്രജൻ സൈക്കിളിൻ്റെ ഈസി ആയിട്ടുള്ള ഒരു ഫോം എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇത് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങളിത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി, കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആവണ്ട. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അറ്റ്മോസ്ഫിയറിൽ കാണുന്ന നൈട്രജൻ എന്ന് പറയുന്നത് ഗ്യാസ് അവസ്ഥയിൽ, ഗ്യാഷ്യസ് ഫോമിലായിരിക്കും. ദാറ്റ് ഈസ് N2 അല്ലേ. N2നെ നമ്മൾ എങ്ങനെയാണ് കുറച്ചുകൂടി വലുതാക്കി എഴുതുക? N ട്രിപ്പിൾ ബോണ്ട് N അല്ലേ. ഈ N ട്രിപ്പിൾ ബോണ്ട് എന്നൊന്നും ശരിയായില്ല കേട്ടോ. N ട്രിപ്പിൾ ബോണ്ട് N ഇത് ഭയങ്കര സ്റ്റേബിളാണ്. ഇവരെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് N എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ദേ ആർ സ്റ്റേബിൾ ആൻഡ് ഇനേർട്ട്. സോ ദാറ്റ്സ് വൈ ഇത് സ്റ്റേബിളാണ്, ഇനേർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഡയറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വലിച്ചെടുത്ത് യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ ലിവിങ് തിങ്സിന് പറ്റില്ല. ലിവിങ് തിങ്സിന് നൈട്രജൻ ഇല്ലാതെ പറ്റേയില്ല. കാരണം എന്താ? അവരുടെ പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, അമിനോ ആസിഡ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് നൈട്രജൻ വെച്ചിട്ടാണ്. സോ വി നീഡ് നൈട്രജൻ. സോ എന്താ ചെയ്യുക? നൈട്രജൻ, അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ സോയിലിലേക്ക് എത്തുന്ന 3 രീതികൾ, അതിനെയാണ് നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്കൊരു ഡെഫിനേഷൻ പഠിക്കാനുണ്ട്. വാട്ട് ഈസ് നൈട്രജൻ ഫിക്സേഷൻ? എന്താ നൈട്രജൻ ഫിക്സേഷൻ? കൺവേർഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ ടു സോയിൽ നൈട്രേറ്റ് ഓർ അബ്സോർബബിൾ ഫോം. ഓക്കെ, അബ്സോർബബിൾ ഫോം ഓഫ് നൈട്രജൻ. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ അബ്സോർബബിൾ ഫോം ഓഫ് നൈട്രജൻ ആക്കിയിട്ട് മാറ്റുന്ന പരിപാടിനെയാണ് നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ഡെഫിനേഷൻ. സോ നൈട്രജൻ ഫിക്സേഷൻ ഇസ് 3 ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ് ഇൻഡസ്ട്രിയൽ ഫിക്സേഷൻ. ഇൻഡസ്ട്രിയൽ ഫിക്സേഷൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഗ്യാസ് ഫോമിലുള്ള നൈട്രജനെ അബ്സോർബബിൾ ഫോമിലുള്ള നൈട്രജനാക്കി മാറ്റുക. അതിന് എക്സാമ്പിളാണ്, നോക്കൂ, നൈട്രജനും ഹൈഡ്രജനും കൂടി 500 ഡിഗ്രി സെൽഷ്യസിൽ നിക്കൽ എന്ന് പറയുന്ന കെമിക്കലിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അമോണിയ കിട്ടും. ഇത് അബ്സോർബബിൾ ഫോമാണ്. ഓക്കെ, ഇതാണ് ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ. ഇനി ഇതിനെ നമുക്ക് സോയിലിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ബയോളജിക്കൽ, ഇത് രണ്ടും നാച്ചുറലി നടക്കുന്നതാണ്. ബയോളജിക്കൽ എങ്ങനെ നടക്കുക? ഞാൻ പറഞ്ഞു, പയറ് വർഗ്ഗങ്ങൾ അല്ലേ, ലെഗ്യൂമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ടിൻ്റെ അറ്റത്ത് റൂട്ട് നോഡ്യൂൾസ് കാണാൻ സാധിക്കും. ചെറിയ ചെറിയ ബൾജിങ്സ്, ഇവരുടെ റൂട്ടിൻ്റെ അറ്റത്ത് എന്താണ്, ചെറിയ ബൾജിങ്സ് കാണാൻ പറ്റും. ദാറ്റ് ഇസ് കോൾഡ് റൂട്ട് നോഡ്യൂൾ. ഇൻസൈഡ് ദ റൂട്ട് നോഡ്യൂൾ ദർ ആർ സോ മെനി ബാക്ടീരിയാസ്. ഈ ബാക്ടീരിയാസ് എന്താ ചെയ്യുക? അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ വലിച്ചെടുത്തിട്ട് അബ്സോർബബിൾ ഫോമിലുള്ള ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ്റെ ഓക്സൈഡ്സ് ആണ് ഇത് രണ്ടും. ഓക്കെ, നൈട്രേറ്റ് ആൻഡ് നൈട്രൈറ്റ് ആക്കി മാറ്റും ബാക്ടീരിയാസ്. ഇത് മാത്രമല്ല, സോയിലിൽ കുറേ ഫ്രീ ലിവിങ് ബാക്ടീരിയാസ് ഇസ് ഓൾസോ ദർ, such as blue-green algae. They also absorb atmospheric nitrogen and convert into absorbable form. And physical nitrogen fixation involves thunder, lightning, അതുപോലെ തന്നെ high temperature, pressure also cause the conversion of atmospheric nitrogen into absorbable form. Now, the soil is rich with the absorbable form of nitrogen, right? ഇനി next process എന്താണ്? Absorption ആണ്. So the plants first of all will absorb these forms of nitrogen
ആൻഡ് മേക്ക് ദെയർ അമിനോ ആസിഡ്സ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ് ആൻഡ് ഓൾ. ഓക്കെ, അവരുടെ ബോഡിയിൽ അവർക്ക് വേണ്ട പ്രോട്ടീൻസും വൈറ്റമിൻസും അമിനോ ആസിഡ്സും ഒക്കെ അവരുടെ ബോഡിയിൽ ഉണ്ടാക്കും. ഓക്കെ, ദെൻ ഈ ചെടിയെ കഴിച്ച് ജീവിക്കുന്ന മറ്റ് ലിവിങ് തിങ്സിൻ്റെ ബോഡിയിലേക്കും ഈ അമിനോ ആസിഡ്സ് ഒക്കെ പോവുകയും അവരുടെ ബോഡിയിലും വിവിധതരം പ്രോട്ടീൻസും അമിനോ ആസിഡ്സും ഒക്കെ ഫോം ചെയ്യുകയും ചെയ്യും. ഓക്കെ, ദെൻ ആ ജീവി എക്സ്ക്രീറ്റ പുറത്തേക്ക് കളയുമല്ലോ കഴിച്ചതിന് ശേഷം. ആ എക്സ്ക്രീറ്റയിലൊക്കെ എന്തുണ്ടായിരിക്കും? അവരുടെ ബോഡിയിലുള്ള പല നൈട്രജൻ കോമ്പൗണ്ടുകൾ ഉണ്ടായിരിക്കും. അതായത് അമോണിയ ആയിട്ട് തന്നെ ചിലപ്പോൾ അതിൻ്റെ എക്സ്ക്രീറ്റയിൽ നിന്നൊക്കെ അമോണിയ ആയിട്ട് തന്നെ ആയിരിക്കും സോയിലിലേക്ക് വരിക. അതുപോലെ തന്നെ ഇവർ ഡെഡ് ആവുമല്ലോ, ഈ പ്ലാന്റിൻ്റെ പാർട്സൊക്കെ കൊഴിഞ്ഞു വീഴണത്. അതുപോലെ ഈ പ്ലാന്റിനെ കഴിച്ച് ജീവിക്കുന്ന ജീവികൾ ചത്ത് വീഴുന്നതൊക്കെ സോയിലിലേക്കാണ്. അപ്പോൾ അങ്ങനെ ഡെഡായിട്ടുള്ള ഈ ലിവിങ് തിങ്സിൻ്റെ പാർട്സ് സോയിലിൽ വരുമ്പോൾ സോയിലുള്ള മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയയാണ് നൈട്രിഫയിങ് ബാക്ടീരിയ. എന്താ ചെയ്യുക? നൈട്രിഫയിങ് ബാക്ടീരിയാസ് ഈ ഡെഡായി വീണ ജീവികളുടെ ശരീരത്തിലൊക്കെ അമിനോ ആസിഡ്സ് അതുപോലെ പല നൈട്രജൻ കോമ്പൗണ്ടുകളിൽ നൈട്രജൻ ഉണ്ടാവും. അപ്പോൾ അതിനാദ്യം എന്ത് ചെയ്യും? ദാറ്റ് നൈട്രിഫയിങ് ബാക്ടീരിയ വിൽ കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഫസ്റ്റ് ഓഫ് ഓൾ അമോണിയ ആക്കിയിട്ട് മാറ്റും. ദെൻ അമോണിയയിൽ നിന്നും നൈട്രൈറ്റ് ആക്കി മാറ്റും. നൈട്രൈറ്റിനെ ദെൻ നൈട്രേറ്റ് ആക്കി മാറ്റും. This conversion is known as nitrification. ഇവിടെ നടക്കുന്നു nitrification. So again the nitrogen compound reaches the soil. Then for completing the complete cycling of nitrogen, the soil nitrogen have to be enter again into the atmosphere, right? That is done by another group of bacteria called denitrifying bacteria. ഓക്കെ, നമ്മുടെ സോയിലിൽ തന്നെയുള്ള ഡീനൈട്രിഫയിങ് ബാക്ടീരിയ ആണ് അത് ചെയ്യുന്നത്. വാട്ട് ദേ ഡു? ദേ കൺവേർട്ട് ദി nitrite and nitrate in the soil into atmospheric gaseous nitrogen. This process is known as denitrification. See? So, ആ നൈട്രജൻ വീണ്ടും അറ്റ്മോസ്ഫിയറിലെത്തി. അഗെയിൻ ദിസ് സൈക്കിൾ വിൽ കണ്ടിന്യൂ. So, this is a typical nitrogen cycle. If you feel comfortable with the picture in your text, go for it. അത് നിങ്ങൾ പഠിച്ചോളാം. But if you feel this is pretty much easy for study, ഇത് നിങ്ങൾക്ക് വരച്ചെടുത്ത് പഠിക്കാം കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ വൈൻഡ് അപ്പ് ചെയ്യണമെന്ന് കരുതി, പക്ഷേ നൈട്രജൻ സൈക്കിൾ ഈസ് ലിറ്റിൽ ബിറ്റ് ലെങ്തി. So prepare notes on nitrogen cycle and prepare a pictorial representation or a diagrammatic representation of nitrogen cycle, okay, according to your idea based on our class today. So that's the work for today. Thank you for watching. We'll see you in the next class, children.